അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. Okay. അല്ല, നിങ്ങളിപ്പോ എന്താ ബോധോദിച്ചതുപോലെ ഞങ്ങളുടെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യാൻ തീരുമാനിച്ചത്? എല്ലാം നമ്മുടെ അമൂല്യയുടെ പ്ലാന്. ഇന്ന് ചേട്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വെറുതെ ദേഷ്യപ്പെട്ട് കളയണ്ടെന്ന് പറഞ്ഞു. എവിടെയോ എന്തോ മിസ്കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരും അങ്ങനെയല്ല. ഈ കാര്യം ഇവിടെ തന്നെ വിട്ടേക്കാം, അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വരെ പറഞ്ഞു. അതുകൊണ്ടാ ഇതെല്ലാം. അതാണ് സ്പോർട്ടീവ്നെസ്. വളരെ നന്നായിരുന്നു. ഏതാ ചേട്ടാ, അമ്മോന്റെ ഡിസിഷൻ ആണോ? നോ ഡാൻസ് പെർഫോമൻസ് മോളെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യേണ്ടവരാ. വീണ്ടും ഫ്രണ്ട്സ് ആവ്. എന്ത് ഫ്രണ്ട്സോ? വീണ്ടും ഫ്രണ്ട്സ് ആവാൻ ഒരു ചാൻസും ഇല്ല. നോ വേ. അതെ അതൊന്നും നടക്കില്ല. പ്രമോഷൻ കിട്ടിയതിന് ശേഷം വീണ്ടും പഴയ പൊസിഷനിൽ ഇരിക്കാൻ പറ്റുമോ? ആഹാ, എന്തൊരു കില്ലാടികളാ ഇവര്. ഇവർക്ക് ശരിക്കും ഓസ്കാർ കൊടുക്കേണ്ടതാ. ശരിയാളിയാ, ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ. ചേട്ടാ, താങ്ക് യു. ഇവന് കൈവയ്യാതിരിക്കുവല്ലേ, ഞാൻ മുതുക്കിയുടെ വണ്ടിയില് കൊണ്ടുപോക്കോളാം. കുഴപ്പമില്ല, അടി കിട്ടിയത് കയ്യില, കാലിലല്ല. ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. അതിഥി പറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള കാര്യാ. നീ അവളുടെ കൂടെ പോ ചേട്ടാ. ചേട്ടാ, നീ അമ്മൂനെ ഡ്രോപ്പ് ചെയ്തേക്ക്. പ്രാർത്ഥിക്കാൻ വേണ്ടി കള്ളന് പോലും ദൈവം ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കള്ളന്മാർക്ക് ഒന്നല്ല, കൊറേ ദൈവങ്ങളുണ്ട്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ, ഒപ്പം എന്റേതും. ചേട്ടാ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ഡ്രോപ്പ് ചെയ്യുമല്ലോ അപ്പൊ? ഇപ്പോഴല്ലേ പറഞ്ഞ ഫ്രണ്ട്സ് അല്ലാന്ന്, പിന്നെ എന്തിനാ ഡ്രോപ്പ് ചെയ്യേണ്ട കാര്യമുള്ളേ? അവിടെ കൊച്ചുവാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇല്ല, ഞാനിവിടെ ആരുടെ കൂടെ തന്നെ ഇരുന്നോളാം. ചേട്ടാ, ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്കെ, ഇതൊക്കെ നിന്റെ ചുമതലയാ. അയ്യോ വിക്കി ബോസ്, ഡ്രോപ്പ് ഒന്നും ചെയ്യണ്ട. ഇനി മുതൽ ഇതൊക്കെ ബോസിന്റെ ചുമതലയാ. ഓക്കെ, എന്നാ ഇറങ്ങാം. ശരി, നടക്ക്. ഓ, ഇവരെങ്ങാനും ഫിലിം ഇൻഡസ്ട്രിയിലാ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എല്ലാ വർഷവും ഇവർക്ക് ഫിലിം ഫെയർ അവാർഡ് തന്നെ കിട്ടുമായിരുന്നു. അതുപോലത്തെ അഭിനയമല്ലേ ഈ കാഴ്ച വെക്കുന്നത്.
കാർ ഓടിക്കുന്നവരുടെ ശ്രദ്ധ എപ്പോഴും റോഡിലാ വേണ്ടത്. നേരെ നോക്ക്. നമ്മുടെ പ്രണയത്തിന്റെ കാര്യം മറ്റുള്ളവരോട് തുറന്നു പറയാത്തോണ്ട് ചില പ്രശ്നങ്ങളും ഉണ്ട്. എന്തൊക്കെയാ അത്? നമ്മളും അവരെ പോലെ ഒരുമിച്ച് ഡാൻസ് കളിച്ചിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേനെ. എന്താ എന്തെങ്കിലും കുറുകെ ചാടിയോ? വീടും എത്താറായില്ലല്ലോ. എന്താ പറ്റി? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? നിന്റെ അമൂല്യ ചേച്ചിയുടെ റാണി പണി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ. ദൈവമേ, ഇതിനെ കുറിച്ചൊന്നും പറയല്ലേ. ഇതിന് എപ്പോഴാ ദേഷ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഭാഗ്യത്തിന് ഇത് നന്നായിട്ട് ഓടുന്നത്. ആ ശരി ശരി, മുൻപോട്ട് നോക്കി ഓടിക്കുക, ആരും ഇടിച്ചിടണ്ട. അതെന്തിനാ ചിരിക്കുന്നത്? ഓ, നിനക്ക് എത്ര പല്ലുണ്ടെന്ന് നാട്ടുകാരെ കാണിക്കാനായിരിക്കും അല്ലേ? ഓപ്പോസിറ്റ് വരുന്നവരെങ്ങാനും നിന്റെ ചിരി കണ്ട പേടിച്ചു പറിച്ച് താഴെ വീഴും. ഇറങ്ങ്, താഴെ ഇറങ്ങി. അല്ല, എന്റെ സൗകര്യം എന്റെ പല്ല്, ചിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവുന്നത്? ഞങ്ങളുടെ നാട്ടിൽ വെറുതെ ചിരിക്കുന്നവരെ വേറെ വേറെ വിളിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലും അതേ പേര് തന്നെ വിളിക്കുന്നത്. ഞാൻ വെറുതെ ചിരിച്ചതല്ല, അതിന് റീസൺ ഉണ്ട്. എന്ത് കാരണം? നമ്മുടെ അമ്മ ചേച്ചിയും വേദാന്തേട്ടനും ഒന്നിച്ചു പോയല്ലോ. അപ്പൊ ഇനിയെങ്കിലും അവരുടെ റിലേഷൻ കുറച്ച് ബെറ്റർ ആവുമെന്ന് ആലോചിക്കുമായിരുന്നു. ചേട്ടനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഒരു പെണ്ണിനോടും അധികം സംസാരിക്കില്ല. അങ്ങനെയുള്ള അവൻ ഈ ലവ് ഒക്കെ സെറ്റ് ആവുമെന്ന് ഡൗട്ടാ. നിങ്ങളുടെ ചേട്ടനെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്റെ ചേച്ചിയെ പറ്റി എനിക്കും അറിയാം. വലിയ മുൻഷുണ്ണിക്കാരനാ നിന്റെ ചേട്ടൻ. എന്റെ ചേച്ചിയാണല്ലോ കല്ലിനോട് വരെ സംസാരിക്കുന്ന ക്യാരക്ടറാ. നിങ്ങളുടെ ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ചേച്ചിയാണെന്ന് അവര് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാ എനിക്കും വിശ്വസിക്കാൻ പറ്റാത്തെ. അത്രയും സംസാരിക്കുന്ന അമൂല്യെ എന്റെ ചേട്ടൻ എങ്ങനെ ഇഷ്ടമായതെന്ന്. അതാണ് എന്റെ ചേച്ചിയുടെ പവർ. റോഡി ബേബി എന്ന് വെച്ചാൽ വെറുതെയാ. ഒരു കണക്കിന് അത് ശരിയാ. ചേട്ടന്റെ മനസ്സിൽ ലവ് തോന്നണമെങ്കിൽ അതിനെ പറ്റിയ ആള് അമൂല്യ തന്നെയാ. ആ, അങ്ങനെ പറ. അത് തന്നെയാ പറഞ്ഞത്. നിങ്ങളുടെ ചേട്ടൻ തന്നെ ലവിന്റെ എഡ്ജിലാ ഉള്ളേ. അപ്പൊ നിങ്ങളോ? എന്താ എനിക്ക്? വേദ, നീ എന്തെങ്കിലും മനസ്സിൽ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോടും കൂടെ ഒന്ന് പറഞ്ഞൂടെ? പണ്ടേ നീ മുൻഷുണ്ടിക്കാരനാ. നിനക്ക് എപ്പോഴാ ദേഷ്യം വരുന്നെന്ന് പറയാൻ പോലും പറ്റില്ല. അഥവാ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാൻ റെഡിയാ. ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടല്ലേ. അല്ലെങ്കിൽ തന്നെ നിന്റെ തലയിൽ വേദാന്ത് മേനോൻ എന്നുള്ളൊരു വലിയ ലഗേജ് ഉണ്ട്. അതാ എന്റെ പേടി. ആ ലഗേജ് ഇപ്പോഴും എന്റെ തലയിലുണ്ടെന്നുള്ളത് അത് നിന്റെ തോന്നല് മാത്രമാ. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഞാനൊരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹവും നടത്തി കൊടുക്കില്ലേ. ഇപ്പൊ നീ തന്നെ എന്റെ ലോകം. ലോകം സന്തോഷമായിട്ടിരുന്നാ മാത്രമേ എനിക്കും സന്തോഷം ഉണ്ടാകൂ. നിന്നെ സ്നേഹിച്ചപ്പോ തൊട്ട് നീയും ഞാനും രണ്ടല്ല, ഒന്നാണെന്ന് തോന്നല എനിക്ക്. ഞാനും നീയും ഒന്നിച്ചിരിക്കുമ്പോ മാത്രമാണ് എനിക്ക് വേറെ ടെൻഷൻ ഇല്ലാത്തത്. നിന്റെ ചേട്ടൻ തന്നെ ലവില് വീഴുന്ന പരുവത്തിലുള്ള. പിന്നെ നീ എന്താ ഞാൻ? നിന്റെ ചേട്ടനെ പോലെ നീയും ഒരു പെണ്ണിനെ പ്രേമിക്കുന്നത് ഇമാജിൻ ചെയ്യാൻ പറ്റുമോന്ന്? നിനക്കെന്താ വട്ടാണോ? അല്ല, നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് വേദാന്തേട്ടനും അമ്മും. അവരുടെയും ഫിക്സ് ആയി കഴിഞ്ഞാൽ അവരുടെ കല്യാണം കഴിയും. പിന്നെ ബാക്കിയുള്ളത് നിങ്ങളല്ലേ. അതുകൊണ്ട് ചോദിച്ചാ. ഞാൻ എന്തിനു കല്യാണത്തിനെ പറ്റി ചിന്തിക്കണം? എനിക്ക് ചെയ്യാൻ ഒരുപാട് ജോലിയുണ്ട്. അതിനു മുമ്പ് ഞാനും ചേട്ടനും തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്യണം. അത് ശരിയാവുമെന്ന് കരുതിക്കോളൂ. അത് വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. കൊച്ചിക്ക് വരുന്നവര് മെട്രോയിൽ കയറാതിരിക്കോ? അതുപോലെ വീടിനകത്ത് കയറാൻ സമ്മതിച്ചെങ്കിൽ ഒരു ദിവസം മനസ്സിലും കയറാൻ സമ്മതിക്കും. ആ, നീ നല്ല കാര്യമാ പറയുന്നേ. അതുപോലെ അത് നടക്കട്ടെ. അതുപോലെ നടക്കും. അവസാനം എന്താ? എന്നിട്ട് ഉടനെ കല്യാണം കഴിക്കാനുള്ള പ്ലാനൊന്നും എനിക്കില്ല. എനിക്ക് എന്റെ MBA കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ മണ്ടനൊന്നും അല്ലല്ലോ. അപ്പൊ അതും പൂർത്തിയാവും. എന്നിട്ട് നല്ലൊരു ജോലി നേടണം.
നിങ്ങളുടെ MBA കഴിഞ്ഞു കഴിഞ്ഞാ ചേട്ടന്റെ കമ്പനിയിൽ ജോലിക്ക് കയറാലോ. എന്തിനാ ഇങ്ങനെ പൊട്ടത്തരൊക്കെ പറയുന്നേ? അങ്ങനെ ആയാലും ഓക്കെ. അതൊക്കെയാ നടക്കാൻ പോകുന്നേ. എങ്ങനെ നടക്കാൻ? അയ്യോ, അതൊന്നല്ല, ജോബും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ട്. ജോലി കിട്ടിയ ശേഷം കല്യാണത്തിനെ കുറിച്ച് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം. അപ്പോഴും സംശയമാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടനെ പോലെ പെണ്ണെന്ന് വെച്ചാ വല്ല അലർജി വല്ലതും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. സെറ്റിലായതിനു ശേഷമെങ്കിലും കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം. ചെയ്യാം. അയ്യോ, സംസാരിച്ചോണ്ടിരുന്ന വീടും വേണ്ട നാടും വേണ്ട. ഇവിടെ നിന്ന് വെളുപ്പിക്കോ. വന്നേ. ഹലോ, എങ്ങോട്ടായി പോന്നേ? വന്ന് സ്റ്റാർട്ട് ചെയ്തേ. ആ കേറ്. നിനക്ക് സന്തോഷമായി? ഒരുപാട്. ഈ ഒരുപാടെന്ന് വെച്ചാ എത്രേ? ഒരുപാട് സന്തോഷിക്കുമ്പോ ഹാർട്ട് ബീറ്റ് കൂടി ഹൃദയം നിന്നു പോയുള്ള ചാൻസ് ഉണ്ടത്രേ. സത്യമായിട്ടും എനിക്ക് അത്രയ്ക്ക് സന്തോഷം തോന്നുന്നു. നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. എന്തു പറ്റി? ആരുടെ ഫോണ്? അമ്മയുടെ കോളാ. ഓൾറെഡി ഞാൻ ലേറ്റ് ആയി. കണ്ണൻചേട്ടനും അതിഥിയും നമ്മളെക്കാളും മുമ്പ് വീട്ടിലെത്തിയെന്നാ തോന്നുന്നേ. അവരെത്തിയിട്ടും ഞാൻ ഇതുവരെ എത്താത്ത എന്താന്നോർത്ത് അമ്മ ടെൻഷനിലായിരിക്കും. താങ്ക്സ്. ഇതെന്തിനാ? എന്താണെന്ന് വെച്ചാ കണ്ണൻചേട്ടൻ ഇന്ന് വന്നിട്ടും നിങ്ങൾ കൂളായിട്ട് തന്നെ നിന്നില്ലേ. എനിക്ക് ആ കാര്യം സംസാരിക്കുന്ന ഇഷ്ടമില്ല. നമുക്ക് പോയാലോ? നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഇത്രയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നാവാനുള്ള സമയം ഇങ്ങ് അടുത്തു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കൂടെ സോൾവ് ആയാൽ നമ്മുടേത് പെർഫെക്റ്റ് ഫാമിലി ആവും വേദാന്ത്. ദൈവമേ, വേദാന്തം കണ്ണൻചേട്ടനും ഒരുമിക്കുന്ന ദിവസം എത്രയും പെട്ടെന്ന് ഇങ്ങ് എത്തിയാൽ മതിയായിരുന്നു. ഇത്രയും വർഷത്തിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടാകും ഞാൻ ഒരിക്കലും കരുതിയില്ല. ഡാമിറ്റ്. അച്ഛൻ വന്നിട്ടുണ്ടല്ലോ. അച്ഛനത് എപ്പോഴാ വന്നത്? അമ്മയും മുത്തശ്ശിക്ക് എവിടെ? അവരെല്ലാം അവരുടെ റൂമിലുണ്ട് മോളെ. ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാമെന്ന് കരുതി ഇവിടെ വന്നതാ. മോളെ പൊയ്ക്കോ. അച്ഛാ, ഞാൻ വീട്ടിൽ വന്നത് മുതല് അച്ഛൻ ഒരിക്കലും ഇതേപോലെ ഞാൻ